السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين ما بعد. اتقوا الله عباد الله. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ തആല യഖൂൽ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, യബ്ന ആദം, അല്ലയോ ആദം സന്തതിയെ, തഫറഗ് ലിഇബാദതി, നീ എൻ്റെ ഇബാദത്തിനു വേണ്ടി ഒഴിഞ്ഞിരിക്കുക. എങ്കിൽ അംല സദറക ഗിന, നിൻ്റെ ഹൃദയത്തിൽ ഞാൻ ഗിന നിറക്കുന്നതാണ്, ധന്യത നിറക്കുന്നതാണ്. വ അസുദ്ദ ഫഖറക, അതുപോലെ നിൻ്റെ ഫഖറിനെ, നിൻ്റെ ദാരിദ്ര്യത്തെ ഞാൻ തടുക്കുകയും ചെയ്യുന്നതാണ്. വ ഇല്ലാ തഫ്അൽ, ഇനി അങ്ങനെ നീ ചെയ്യുന്നില്ല എങ്കിൽ മലഅ്തു യദൈക ശുഗ്ല, നിന്റെ രണ്ട് കൈകളെയും ജോലിയാൽ ഞാൻ നിറക്കുകയും വലം അസുദ്ദ ഫഖറക, നിന്റെ ദാരിദ്ര്യം ഞാൻ തടുക്കാതിരിക്കുകയും അത് തീർന്നു പോകാതിരിക്കുകയും ചെയ്യുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരും. ഇവിടെ ഒന്നാമതായി അല്ലാഹു തആല നമ്മോട് പറയുന്നത് തഫറഗ് ലിഇബാദതി, എൻ്റെ ഇബാദത്തിനു വേണ്ടി നീ ഒഴിഞ്ഞിരിക്കുക എന്ന്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, അൽ മുറാദു മിനത് തഫറുഇ ലിൽ ഇബാദതി ഈസാറുഹ അലാ ഹുദൂദിദ് ദുനിയ വൽ ഇത്യാനു ബിമാ അമറ ബിഹി മിൻഹാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഒഴിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ ഇബാദത്തുകൾ മാത്രം ചെയ്യണം എന്നുള്ളതല്ല, മറിച്ച് ദുനിയാവിൽ എന്തെല്ലാം ഓഹരികൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ അതിനേക്കാളേറെ ഈസാറ്, അതിനേക്കാളേറെ മുൻഗണനാക്രമം നമ്മൾ കൊടുക്കേണ്ടത് ഇബാദത്തിനാണ് എന്നാണ്. നമുക്കൊക്കെ അറിയാം, നമ്മൾ ദുനിയാവിൻ്റെ പല ശുഗലുകളിലായിക്കൊണ്ടായിരിക്കും പലപ്പോഴും നമ്മൾ ജീവിക്കുക. ആ ശുഗലുകൾക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കച്ചവടം നന്നാക്കണം, അതുപോലെ തന്നെ ഒരു ജോലിയിൽ ഒരു ഉന്നതി വേണം, ഈ രൂപത്തിൽ ഒരുപാട് ചിന്തകളായിരിക്കും നമുക്കുണ്ടാവും. പക്ഷേ നമ്മളാരും എൻ്റെ നിസ്കാരം ഒന്ന് എനിക്ക് ശരിയാക്കണം, എൻ്റെ വിശ്വാസം ഒന്ന് എനിക്ക് ശരിയാക്കണം, അതല്ലെങ്കിൽ എൻ്റെ അമലസാലിഹാത്തുകളൊക്കെ ഒന്ന് ശരിയാക്കണം, എൻ്റെ നിയ്യത്തൊന്ന് ശരിയാക്കണം, ഈ രൂപത്തിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറഞ്ഞ സമയം മാത്രമായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. അത് നേരെ ഉൾട്ടാക്കണം. ഈ ദുനിയാവിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയും അതിനു വേണ്ടി പരിശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ആ രൂപത്തിൽ നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ പ്രാമുഖ്യം കൊടുക്കണമെന്നാണ് തഫറഗ് ലി ഇബാദത്തി, എൻ്റെ ഇബാദത്തിനു വേണ്ടി നീ ഒഴിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ? അംല സദറക ഗിനൻ, നിന്റെ ഹൃദയത്തിൽ ധന്യത ഞാൻ എന്ത് ചെയ്യും, നിറക്കുമെന്നാണ്. ഇവിടെ ധന്യത നിറക്കുമെന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം ഗിനൻ നഫ്സാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സംതൃപ്തി നമുക്ക് എന്ത് ചെയ്യും, ലഭിക്കും. മാത്രമല്ല വരിളാ ബിമാ ഖസമല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊരു ഓഹരിയാണോ നമുക്ക് തന്നിട്ടുള്ളത് അതിൽ സമ്പൂർണമായ തൃപ്തിപ്പെടാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നതാണ്. ഇപ്പോൾ എത്ര കിട്ടിയാലും ചിലപ്പോൾ എന്ത് ചെയ്യില്ല, നമുക്ക് ഹൃദയത്തിൽ എന്ത് ചെയ്യില്ല, ഒരു സംതൃപ്തി ഒന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്തുകൾ എടുത്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ, അതിന് കൂടുതൽ പ്രാമുഖ്യം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു ധന്യത അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുതരുന്നതാണ്. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വസുദ്ദു ഫഖറക, ഞാൻ നിന്റെ ഫഖറിനെ ഞാൻ ഇല്ലാതാക്കി തരാം. ഇവിടെ ഫഖർ ഇല്ലാതാകും എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം ആ ഫഖർ തീരെ ഇല്ലാതാകും എന്നല്ല. ഒരു ദരിദ്രനായ മനുഷ്യനാണ് എങ്കിൽ അയാളുടെ ആ ദാരിദ്ര്യം അയാൾക്ക് പ്രശ്നം ഉണ്ടാക്കുകയില്ല എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ദാരിദ്ര്യമുണ്ട്, നമ്മൾ പുറത്തുനിന്നൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ എന്ത് ചെയ്യും, അയാൾ എന്തോ ഒരു കഷ്ടതയിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ആ ദരിദ്രനെ സംബന്ധിച്ചിടത്തോളം അവൻ അങ്ങേ അറ്റത്തെ തൃപ്തിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അവൻ ചെയ്തു കൊടുത്തതായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളിലും സമ്പൂർണമായി തൃപ്തി അടയുന്ന ഒരു മനസ്സ് ആ മനുഷ്യനുണ്ടാവും. അതല്ലാതെ അവൻ്റെ സമ്പന്നത, അവൻ്റെ ദാരിദ്ര്യം തീർന്നുകൊണ്ട് അവൻ വലിയ ധന്യനാവുക അല്ലെങ്കിൽ ധനികനാവുക എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. മുറാദു അന്നഹു ലാ യബ്ഖാ ലിൽ ഫഖ്രി ലററുൻ, അവർക്ക് ആ ഫഖർ കൊണ്ട് യാതൊരു ഉപദ്രവവും ഉണ്ടാവുകയില്ല എന്നാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയാണ്, വ ഇല്ലാ തഫ്അൽ, ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല എങ്കിൽ മലഅ്തു യദൈക ശുഗ്ല, നമുക്ക് ഒരിക്കലും തീരാത്ത ജോലികളായിരിക്കും, ഒരു ഒഴിവും കിട്ടാത്ത. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീനിയായ വിഷയങ്ങൾ പഠിക്കാനോ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനോ അതിനൊരു മുൻഗണനാക്രമം കൊടുക്കാനോ ഒന്നും നമുക്ക് എന്ത് ചെയ്യില്ല, സാധിക്കുകയില്ല.
ദീനിൻ്റെ കാര്യങ്ങളൊക്കെ എപ്പോഴും നമുക്ക് ഒഴിവുണ്ടാകുമ്പോൾ രണ്ടാം നമ്പറായി മാത്രം കാണുന്ന ചില കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അപ്പോൾ നമ്മളതൊന്നും ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ആ രൂപത്തിൽ ശുഗലുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൈകളിലേക്കാക്കും. വലം മസുദ്ദ ഫഖറക, നിന്റെ ദാരിദ്ര്യം തീരുകയുമില്ല. ദാരിദ്ര്യം തീരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സമ്പന്നനായിരിക്കും, പക്ഷെ അയാൾക്ക് അയാളുടെ ആ സമ്പന്നത കൊണ്ട് യാതൊരുവിധ ഖനാഅത്തും, അയാൾക്കൊരു തൃപ്തിയും എന്ത് ചെയ്യില്ല, അയാൾക്ക് മനസ്സിൽ ഉണ്ടാവുകയില്ല എന്നാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കൊണ്ട് കാണാൻ സാധിക്കും. നമുക്കറിയാം, നമ്മളിപ്പോൾ 10ഓളം ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ ഇബാദത്തിന് വേണ്ടി മാത്രം ഒഴിഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് എങ്കിലും നമ്മുടെ ഭൗതികപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ കുറക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, നമ്മൾ പരിശ്രമിക്കുക. തീരെ ഇല്ലാതാക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കുകയില്ല, അത് അങ്ങനെ ശറഅ് കൽപ്പിച്ചിട്ടുമില്ല. മറിച്ച് നമ്മൾ പരമാവധി ദീനിൻ്റെ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടുതൽ സമയം കൊടുത്തുകൊണ്ട് ഈ 10 ദിവസങ്ങളെ നമ്മൾ ഉപയോഗിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.